Okay, today we'll start with a next topic, encoder and decoder. So, what is an encoder? Encoder is a digital circuit that produces a binary output code depending on which of its inputs are activated. And decoder is a digital circuit that converts an input binary code into a single numeric output. So this is an encoder and this is a decoder. You can see what it is. Encoder is a circuit which what we have seen previously. What is encoder? What is encoder? Encoder is a circuit that produces a binary output depending on which of its inputs are activated. And decoder, encodന്റെ ഔട്ട്പുട്ടിൽ ബൈനറി ആണ്, ഇൻപുട്ടിലാണ് ഒരു നമ്മൾ ഏതാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ബൈനറി കോഡ് ഔട്ട്പുട്ടിൽ വരും. ഡീകോഡ് എന്ന് പറയുന്നത് ബൈനറിയെ ഒരു സിംഗിൾ ന്യൂമറിക് ഔട്ട്പുട്ടാക്കി മാറ്റുന്ന സാധനം. അപ്പോൾ എൻകോഡറിന്റെ ഔട്ട്പുട്ട് ആണ് ബൈനറി, ഇൻപുട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് വിൽ സി. ഡീകോഡറിന്റെ ആണെങ്കിൽ ഇൻപുട്ട് ബൈനറി, അതിൽ നിന്ന് അതെന്താണോ ബൈനറിയിൽ കോഡ് ചെയ്തിരിക്കുന്നതെന്ന് ഡീകോഡ് ചെയ്ത് എടുക്കും. ഓക്കെ, ഫസ്റ്റ് വിൽ സി ഡീകോഡർ. സോ ഡീകോഡർ ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട്. ഡീകോഡർ accepts set of inputs that represents binary number. ഒരു ബൈനറി ആണ് ഡീകോഡറിന്റെ ഇൻപുട്ട് and activates only that output corresponding to the input number. All other outputs remain inactive. So this is a decoder which has an input and m outputs. Only one of the output is high for each input. For example, binary to octal decoder. So binary code input or binary to ഡെസിമൽ ഡീകോഡർ. അപ്പോൾ ഇൻപുട്ടിൽ ബൈനറി കോഡ് വന്നാൽ സേ 0 to ഒരു സിംഗിൾ ഡിജിറ്റ് BCD ആണെങ്കിൽ സോ വിൽ സി വാട്ട് ഇറ്റ് ഈസ്. There are 2 raised to n possible input combinations. For each of these input combinations, only one output will be high and all other outputs low. Some decoder have one or more enable inputs that are used to control the operation of the decoder. This is the block diagram of a decoder. And 2 to 4 decoder is 2 input lines and 4 output. Like 2 input binary bits are used to code 4 digital output. So ഇതനുസരിച്ചിരിക്കും. സപ്പോസ് ഇൻപുട്ട് കോഡ് 00 ആണെങ്കിൽ 4 ഔട്ട്പുട്ട് ഉണ്ട്, അതിൽ D0 ഔട്ട്പുട്ട് മാത്രം ഹൈ ആയിരിക്കും, ബാക്കിയെല്ലാം ലോ. ഇപ്പൊ ഇൻപുട്ട് കോഡ് 01 ആണെങ്കിൽ D1 ഔട്ട്പുട്ട് മാത്രം ഹൈ ആയിരിക്കും, ബാക്കി ഔട്ട്പുട്ട്സ് ഒക്കെ 0. ഇൻപുട്ട് കോഡ് 10 ആണെങ്കിൽ D2 മാത്രം ഹൈ, ബാക്കിയെല്ലാം ലോ. 11 ആണെങ്കിൽ D3 മാത്രം ഹൈ. അതാണ് ഒരു വർക്കിംഗ് ഓപ്പറേഷൻ ഓഫ് എ 2 to 4 ഡീകോഡർ. ഇതേ പ്രിൻസിപ്പിളിലാണ് ഹയർ ഓർഡർ ഡീകോഡേഴ്സ്. 2 to 4, പിന്നെ 3 to 8 ഡീകോഡർ ആവാം, then 4 to 16 decoder ആവാം. അങ്ങനെ നമ്പർ ഓഫ് പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻ ഇവിടെ 2 to 4 ആയതുകൊണ്ട് പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻ 4 നിങ്ങൾക്ക് അറിയാം, അതനുസരിച്ച് 4 റോസ് ഉണ്ട്. നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് 2 raised to 4. സോ ഈ സർക്യൂട്ട് നമ്മൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? D0. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ D0 ഹിയർ? D0 is 1 for this input combination alone. So D0 is A bar, B bar. D1 എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷന് മാത്രമേ D1 ഹൈ ഉള്ളൂ. സോ D1 will be A bar B. D2 will be A B bar. D3 will be AB. സോ നമ്മൾ ഇത് ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഗേറ്റ് ലെവൽ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഇതാണ് D0 A bar B bar,
ഇതാണ് നമ്മുടെ Boolean algebraic expressions for each of the output. So from the inputs A and B, we can implement a 2 to 4 decoder like this. കാരണം എ ബി രണ്ട് എ ബാർ ബി ബാർ എ ബി 00 വരുമ്പോൾ 00 വരുമ്പോൾ നിങ്ങൾക്കറിയാം 00 വരുമ്പോൾ ഈ ആൻഡ് ഗേറ്റ് D0 റെസ്പോൺസിബിൾ ആയ ആൻഡ് ഗേറ്റ്, ഈ ആൻഡ് ഗേറ്റിന്റെ മാത്രം രണ്ട് ഇൻപുട്സും 1 ആവുന്നതുകൊണ്ട് D0 മാത്രം 1 ആവും, ബാക്കി 3 ഔട്ട്പുട്സും 0 ആവും. So this is the implementation of a 2 to 4 decoder using gates. 2 to 4 decoder using gates. Now we will see a 3 to 8 decoder. 3 to 8 decoder truth table on edu. You write down the truth table of 3 to 8 decoder. 3 line to 8 line decoder. അപ്പോൾ ഒരു ഡീകോഡർ എന്ന് പറഞ്ഞാൽ എന്താ, പേര് പോലെ തന്നെ ബൈനറി ഇൻപുട്ട് കോഡിൽ നിന്ന്, ബൈനറി കോഡിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് എടുക്കുന്നതാണ്. സോ 3 to 8 ഡീകോഡർ. എന്റെ ട്രൂത്ത് ടേബിൾ എഴുതൂ. 2 to 4 ട്രൂത്ത് ടേബിൾ എഴുതിയായിരുന്നോ, അതോ ഒന്നുകൂടെ കാണിക്കണോ? ഹാവ് യു റിട്ടൺ ദ ട്രൂത്ത് ടേബിൾ ഓഫ് 2 to 4? സോ എഴുതിയിട്ടില്ല. Okay, so I will show it once again. You can take down that and then come to 3 to 8. Okay. See, this is 2 to 4 decoder. To 4 decoder. You take down the truth table of block diagram as well as truth table of 2 to 4 decoder. Okay. This is the block diagram. 2 to 4 തന്നെ ബൈ ഡീകോഡറിന്റെ ഇൻപുട്ട് എപ്പോഴും ഒരു കോഡ്, ബൈനറി കോഡായിരിക്കും. ഔട്ട്പുട്ട് ആണ് നമ്മൾ അതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുക്കുന്നത് എന്താണോ അത്. 2 to 4 ഡീകോഡർ മീൻസ് 2 ഇൻപുട്ട് ലൈനും 4 ഔട്ട്പുട്ട് ലൈനും ഉണ്ട് എന്നാണ്. സോ അതിന്റെ ഫങ്ഷൻ, അതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ട്രൂത്ത് ടേബിൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻപുട്ട് 00 ആണെങ്കിൽ ഈ 4 ഔട്ട്പുട്ടിൽ D0 മാത്രം 1 ആവുകയും ബാക്കി 3 ഔട്ട്പുട്ടും 0 ആവുകയും ചെയ്യും. അറ്റ് എ ടൈം ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഹൈ ആയിരിക്കുള്ളൂ. വെച്ചാൽ ഇൻപുട്ടിൽ ഏത് കോഡാണോ പ്രസന്റ് ആയിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് മാത്രമേ ഹൈ ആയിരിക്കുള്ളൂ. അതാണ് ഒരു ഡീകോഡർ ചെയ്യുന്നത്. സോ ടേക്ക് ദ ട്രൂത്ത് ടേബിൾ എഴുതി കഴിഞ്ഞാൽ ഈ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് നമ്മൾ D0-ന്റെയും D1-ന്റെയും D2-ന്റെയും D3-യുടെയും ലോജിക്കൽ എക്സ്പ്രഷൻസ് എഴുതി. So using this truth table, you can write the logical expressions for D0, D1, D2, and D3 in terms of the inputs A and B. Once you have written the logical expressions, then you can draw the circuit. So this is the implementation of a true 2 to 4 decoder using gates.
ഇത് വരച്ചു കഴിഞ്ഞെങ്കിൽ then we can go for 3 to 8 decoder. 3 to 8 decoderന് ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. 3 ഇൻപുട്ട് ലൈൻസ് ആൻഡ് 8 ഔട്ട്പുട്ട് ലൈൻസ് ഫ്രം D0 to D7. 3 to 8 decoder എന്ന് വെച്ചാൽ ഈ 3 ഇൻപുട്ട് ലൈൻസിന് 2�3 8 പോസിബിൾ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് number of outputs 8 ആണ്. And they are indicated by D0 to D7. Then write down the truth table of 3 to 8 decoder. രജനി ചേച്ചി, ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ. രജനി ചേച്ചി, ഇന്ന് മീറ്റിംഗ് ഉണ്ട് രജനി ചേച്ചി, ഉച്ച കഴിഞ്ഞിട്ട്. ഓക്കെ. ഓക്കെ, എഴുതി കഴിഞ്ഞോ 3 to 8 ഡീകോഡറിന്റെ? ഓക്കെ, എഴുതാൻ പറ്റുന്നുണ്ടോ? ഇത്രയും എടുത്ത ഡീകോഡർ എന്താണ് എന്നൊക്കെയുള്ള മനസ്സിലായോ? എന്നാലേ നമ്മൾ അടുത്തതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഡീകോഡ് ചെയ്തെടുക്കേണ്ട. കാരണം ബൈനറിയിൽ കോഡ് ചെയ്ത എന്താണെന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 to 8 ഡീകോഡറിന്റെ ട്രൂത്ത് ടേബിൾ. This is the truth table of 3 to 8 decoder. ABC 3 ഇൻപുട്ട് ലൈൻസും 8 ഔട്ട്പുട്ട് ലൈൻസും 3 ഇൻപുട്ട് ലൈൻസ് ആൻഡ് 8 ഔട്ട്പുട്ട് ലൈൻസ്. നോക്കൂ, 000 വരുമ്പോൾ D0 മാത്രം ഹൈ, 001 വരുമ്പോൾ D1 മാത്രം ഹൈ, ബാക്കി 8, ബാക്കി D1 ഒഴികെയുള്ള ബാക്കി 7 ഔട്ട്പുട്ട്സും 0. 010 വരുമ്പോൾ D2 മാത്രം ഹൈ, ബാക്കി 0. 11 വരുമ്പോൾ D3 മാത്രം ഹൈ, ബാക്കി 0. അങ്ങനെ. സോ 111 വരുമ്പോൾ D7 മാത്രം ഹൈ, ബാക്കി ഔട്ട്പുട്ട്സ് എല്ലാം 0. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഇതിൽ നിന്ന് ഓരോ ഔട്ട്പുട്ടിന്റെയും എക്സ്പ്രഷൻ എഴുതി. സോ D7 ഈസ് ഫ്രം ദ ഇൻപുട്ട് കോമ്പിനേഷൻ ഇറ്റ് ഈസ് ABC. നമ്മൾ നോർമലി അങ്ങനെയല്ലേ എഴുതുന്നത്. ഏത് ഇൻപുട്ട് കോമ്പിനേഷൻ ആണോ ഒരു 1 ഔട്ട്പുട്ട് ചെയ്തത് അതിന് അനുസരിച്ച് നമ്മൾ എഴുതും സം ഓഫ് പ്രോഡക്ട്സ്. കാരണം ഇവിടെ ഒരേ ഒരു കോമ്പിനേഷനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരേ ഒരു പ്രോഡക്റ്റ് ടേമേ ഉള്ളൂ. സം ഓഫ് പ്രോഡക്ട്സ്, വേറെ ഒരു ടേമും ഇല്ല സം ചെയ്യാൻ, ഒരേ ഒരു ടേം. സോ ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ടേം. സോ D6ന് കറസ്പോണ്ടിങ് നമുക്ക് ഈ കോമ്പിനേഷന് സോ ABC ബാർ, D5ന് AB ബാർ C, D4ന് ഇങ്ങനെ. അങ്ങനെ നമുക്ക് എല്ലാ ഔട്ട്പുട്ട് കോമ്പിനേഷന്റെയും നമ്മുടെ സർക്യൂട്ട് നോക്കൂ, ഇങ്ങനെയാണ് D0 to D7. അതിന് കറസ്പോണ്ടിങ് എല്ലാത്തിന്റെ എക്സ്പ്രഷൻ എഴുതി then we will implement using a circuit. So ഇതാണ് a logic diagram. See, this is the block diagram or functional diagram which shows the function of the circuit. എന്താണ് ഉള്ളിലുള്ളത് എന്ന് പറയുന്നില്ല, ആ ഉള്ളിലുള്ള സാധനം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഇത്. So this is the circuit diagram, or in digital we will call it as a logic diagram, logic circuit diagram for a 3 to 8 decoder. So there are 3 inputs and 7
8 outputs from D0 to D7, and we are using gates to get these outputs from the inputs. കാരണം D0 ഔട്ട്പുട്ട് നമുക്ക് D0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഹൈ ആവുന്നത് ഈ ഇൻപുട്ടിൽ 000 വരുമ്പോൾ ആണ്. അപ്പോൾ 000 വരുമ്പോൾ ഇത് D01 ആവണം, ബാക്കിയെല്ലാം 0 ആവണം. അതിനെന്ത് വേണം? അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളിവിടെ എക്സ്പ്രഷൻസ് എഴുതിയത്. അതേ എക്സ്പ്രഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. സോ ദിസ് ഇസ് ദ ലോജിക് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ 3 to 8 decoder. Okay. Then expansion of decoders and all, this I'll skip. We can use Boolean, and I will go to encoder. Before that, let me tell you something. അപ്പോൾ എക്സാം പോയിന്റ്, ഞാൻ സീരീസ് എക്സാമിനെ കുറിച്ച് കുറച്ച് പറയാനാണ്. സീരീസ് എക്സാമിന് ഇപ്പൊ നമ്മൾ 3ാമത്തെ മോഡ്യൂൾ എത്തി എന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡ് അങ്ങനെയല്ല. കാരണം വെരിലോഗിന്റെ പോർഷൻസ് ഓരോ മോഡ്യൂൾ, വെരിലോഗ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വെരിലോഗിന്റെ പോർഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു 2 അവർ വെരിലോഗ് ഉണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് മോഡ്യൂളിലും 2 അവർ വെരിലോഗ് ഉണ്ടായിരുന്നു. ആ അവേഴ്സ് നമ്മൾ വെരിലോഗിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മുടെ തിയറി പോർഷൻസ് മുഴുവൻ കഴിഞ്ഞിട്ട് വെരിലോഗ് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ 3ാമത്തെ മോഡ്യൂളിൽ എത്തി നിൽക്കുന്നത്. ഇവിടെയും നമ്മൾ ഇത് കഴിഞ്ഞാൽ 3ാമത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെരിലോഗിന്റെ പോർഷൻ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത മോഡ്യൂളിലേക്ക് പോകും. വെരിലോഗ് എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവസാനം ഒരുമിച്ച് ചെയ്യാം. അതിനാണ്. അപ്പൊ നിങ്ങളുടെ സീരീസ് ടെസ്റ്റിന് 2 മോഡ്യൂളാണുള്ളത്. 1 അവർ ടെസ്റ്റ് ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? 1 അവർ ടെസ്റ്റ് ആണ്. ET ലാബിൽ തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ET ലാബിൽ അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് എന്ന് വെച്ചാൽ 3 to 4 ടെസ്റ്റ്, 4 to 4:15 വരെ ടൈം തരും അപ്ലോഡ് ചെയ്യാൻ. ആ സമയത്തിനുള്ളിലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവര് 4:15 എന്തായാലും മെയിൽ അയച്ചിരിക്കണം. മെയിൽ അയച്ചിട്ട് അറ്റ് എ ലേറ്റർ ടൈം ദേ ഹാവ് ടു അപ്ലോഡ് ഇൻ ET ലാബ്. ഈ മെയിൽ അയക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 4:50 അത് കഴിഞ്ഞ് പിന്നെ 4 അപ്പൊ 4:15 കഴിഞ്ഞിട്ട് മെയിലിൽ കൂടെയുള്ള സബ്മിഷനും പറ്റില്ല. 4:15 വരെ മെയിലും അയക്കാൻ പറ്റൂ. ET ലാബിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് അതേ സാധനം കുറച്ച് സമയം കഴിഞ്ഞ് എന്തായാലും ET ലാബിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഈ മെയിലിലെ ടൈം നോക്കി, മെയിലിലെ ഡേറ്റ നോക്കിയിട്ട് അതേ സാധനം തന്നെയല്ലേ ലേറ്റർ ആയിട്ടാണെങ്കിലും ET ലാബിൽ അപ്ലോഡ് ചെയ്തത് എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാനാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. എന്തായാലും കംപ്ലീറ്റ്ലി ET ലാബ് തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മെയിൽ അയച്ചിട്ട് വെറുതെ ഇരുന്നാൽ പറ്റില്ല. ET ലാബിലുള്ള സാധനങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ഒരു എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൽ അയക്കാൻ ഒരു ഓപ്ഷൻ തന്നത് 4:15 മുമ്പ് ഞാൻ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. അപ്പൊ നിങ്ങൾ മെയിൽ അയച്ചാലും ET ലാബിൽ പിന്നീട് അപ്ലോഡ് ചെയ്യണം. അപ്പൊ 4:15 കഴിഞ്ഞിട്ട് മെയിൽ അയച്ചിട്ട് ആ മെയിലുകൾ കൺസിഡർ ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ മെയിലുകൾ ആ കൂടുതൽ ടൈമിന്റെ ആവശ്യമില്ല. 1 അവറിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഇട്ടാൽ അത് 1 അവർ കൊണ്ട് എഴുതുക, 15 മിനിറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില് ET ലാബിന്റെ പ്രോബ്ലം കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് അറ്റ് ലേറ്റർ സ്റ്റേജ് ET ലാബിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. 4:15 അപ്ലോഡ് ചെയ്ത അതേ സാധനമാണ് ET ലാബിലും അപ്ലോഡ് ചെയ്തതെന്ന് വെരിഫൈ ചെയ്തിട്ട് അത് വാല്യൂ ചെയ്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെയിൽ അയച്ചിട്ട് വെറുതെ ഇരുന്നാൽ പറ്റില്ല. എന്തായാലും ET ലാബിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇൻസ്ട്രക്ഷൻ. ഇനി 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മോഡ്യൂളിനും ഉണ്ടാവും. ഓക്കെ, ഇനി ഒന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്ക് എൻകോഡേഴ്സിലേക്ക് പോകാം. ഡീകോഡർ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡീകോഡേഴ്സ്
അറ്റൻഡൻസ് എടുത്തോളൂ. 1. ഓക്കെ. പറഞ്ഞോളൂ. 2 ഇവിടെ ഇല്ലേ? കാണാനുണ്ടല്ലോ ആളെ. 3. 3. 4. 4. ഓക്കെ, 4 കേട്ടു. 5. അഖിൽ നേരത്തെ കയറാൻ പെർമിഷൻ ചോദിച്ചിട്ട് ഇപ്പൊ കാണാനില്ലേ? 6. 7. 8. 9. 11. 13. അരീബ് ഇല്ല. ഓക്കെ. 12 ഇല്ല. 15. ഓക്കെ. 15 ഉണ്ട്. 13. 13 കേട്ടു. 15 ഉണ്ട്. 16. 16. 17. 18. 19. 20. 21. ഫർസീന 22. 23. ഹന്ന 24. 25 ജിതിൻ ഇല്ലാന്ന് തോന്നുന്നു. 26 റാഷിദ് ഇല്ലേ? 22. 26 റാഷിദ് ഇല്ല. നിയാസ് 27 ഉണ്ട്. ഓക്കെ ഓക്കെ. ഷമീൽ 29. 30. ഓക്കെ. 31. 32. നിതിൻ 33. 34. 35. 36. 37 സഫ്ന ഇല്ലാന്ന് തോന്നുന്നു. 39. സഫ്ന ഉണ്ട്. ഓക്കെ. 39 ഷാഹിർ ഉണ്ട്. ഷാമിൽ 40. 41. 42. 43. 44. വിശാൽ ജെയിംസ് ഇല്ല. വിഷ്ണു ഇല്ല. വൃന്ദ ഉണ്ട്. 47. 48. ആദ്ര ഓക്കെ. ഇപ്പൊ എൻകോഡറിലേക്ക് പോവാലോ. യു ഹാവ് എനിത്തിങ് ടു ആസ്ക് അബൌട്ട് ഡീകോഡർ? ഡീകോഡർ ഒന്നുകൂടെ പറയണോ? Okay, let's start with encoder. Encoder, decoderന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് encoder. An encoder it's also a combination circuit. It performs the inverse operation of a decoder. The opposite process of decoding is known as encoding. An encoder converts an active input signal into a coded output signal. Block diagram of encoder is shown in figure 10. Okay, this one. It has M inputs and N outputs. An encoder has M input lines, only one of which is activated at a given time. Okay, നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. കാരണം പല ടൈപ്പ് എൻകോഡേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് and translate a signal into its coded version.
ഓക്കെ, ഇതൊന്നുമല്ല, ഞാനൊരു ഫിഗർ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഇത് encoder. If you input a decimal number, the corresponding code will be generated. Okay, how this is done? So, decimal to BCD encoder. എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കിക്കൊള്ളൂ. കാരണം ഡെസിമൽ ടു BCD എൻകോഡർ. സോ ഇതിന്റെ ഇൻപുട്ട് ഡെസിമൽ ആണ്, ഔട്ട്പുട്ട് BCD. സോ ഇതില് നോക്കൂ, സപ്പോസ് വി ആർ ഇൻപുട്ടിങ് decimal 0. So the output of the decimal to BCD encoder will be the BCD bit or the BCD code corresponding to 0. So 0000 ആയിരിക്കും. ഇനി സപ്പോസ് എൻ്റെ ഡെസിമൽ ഇൻപുട്ട് ഇവിടെ കാണുന്നുണ്ട്, ഒരു കീപാഡ് വെച്ചിട്ട് കീപാഡില് ഡെസിമൽ ഇൻപുട്ട് കൊടുക്കുന്നതായിട്ടാണ്. ഇത് ഇൻപുട്ട് കൊടുക്കാൻ, ഡെസിമൽ ഇൻപുട്ട് കൊടുക്കാൻ അതിന്റെ കറസ്പോണ്ടിങ് BCD കോഡ് ഔട്ട്പുട്ട് ആണ് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്. സോ ഈ കോഡ് കൺവേർഷൻ, ഡെസിമൽ ടു BCD കോഡ് കൺവേർഷൻ ചെയ്യുന്നതാണ് ഒരു എൻകോഡർ, ഡെസിമൽ ടു BCD എൻകോഡർ, അതിന്റെ എൻകോഡറിന്റെ ഫംഗ്ഷൻ. സോ 5 ഡെസിമൽ 5 കൊടുത്താൽ നിങ്ങൾക്കറിയാം അതിന്റെ കറസ്പോണ്ടിങ് BCD കോഡ് എന്ന് പറഞ്ഞാൽ 010 ആണ്. അപ്പൊ ആ 010 ജനറേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ സപ്പോസ് നമ്മുടെ ഇൻപുട്ട് 7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെസിമൽ ഇൻപുട്ട് 7 കൊടുത്താൽ നമ്മുടെ എൻകോഡർ 0111 എന്ന ഔട്ട്പുട്ട് ഉണ്ടാക്കണം. ഓക്കെ, 3 ആണ് ഇൻപുട്ട് എങ്കിൽ 0011. സോ ഇതാണ് ഒരു എൻകോഡറിന്റെ ഫംഗ്ഷൻ. സോ ദീസ് എൻകോഡേഴ്സ് ആർ അവൈലബിൾ ഇൻ IC form. So this encoder translates from decimal input to BCD output. So decimal to BCD encoder function ആണ് ഇത്. Decimal to BCD. So this decimal to BCD encoder has how many input lines? How many input lines does this have? For inputting decimal, it will have 10 input lines, and for taking the output, it will have 4 output lines. Okay, ഇതാണ് ഇവിടെ, ഇത് ജനറൽ കേസ് ആണ്. നമ്മുടെ ഡെസിമൽ ടു BCD എൻകോഡർ ആണെങ്കിൽ ഇവിടെ ഇൻപുട്ട് സൈഡിൽ 10 ലൈൻസ് ഉണ്ടാവും, ഔട്ട്പുട്ട് സൈഡിൽ 4 ലൈൻസും ഉണ്ടാവും. So that is a decimal to BCD encoder. Then there are some priority encoders also there, which will have, കാരണം ഇൻപുട്ടിൽ പ്രസന്റ് ആയിരിക്കുന്ന ഡേറ്റയുടെ അല്ലെങ്കിൽ ആ ലൈനിന്റെ കറസ്പോണ്ടിങ് കോഡാണ് ഔട്ട്പുട്ടിൽ വരിക. ഇൻപുട്ടിൽ ഒന്നിൽ കൂടുതൽ ഡേറ്റ ലൈൻസ് ഹൈ ആയാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? അങ്ങനത്തെ കേസിലാണ് പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നത്. സപ്പോസ് ഫോർ എ 4:2 priority encoder, D3, D2, D1, D0 ഉണ്ട് നിൽക്കുക. ഇപ്പൊ സപ്പോസ് വി ആർ അസൈനിങ് ഹയസ്റ്റ് പ്രയോറിറ്റി ടു ദ MSB. ഒരേ സമയത്ത് D3യും D0യും ഹൈ ആയാൽ, ഇങ്ങനത്തെ പ്രയോറിറ്റി എൻകോഡർ ആണെങ്കിൽ അത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻപുട്ട് ലൈനിന്റെ കറസ്പോണ്ടിങ് കോഡ് മാത്രമേ ഔട്ട്പുട്ടിൽ കാണിക്കുള്ളൂ. അതാണ് ഈ ട്രൂത്ത് ടേബിൾ കാണിക്കുന്നത്. കാരണം സപ്പോസ് D3 ഹൈ ആയാൽ പിന്നെ ലോവർ പ്രയോറിറ്റി ഉള്ള ഇൻപുട്സ് ഹൈ ആണോ ലോ ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ദിസ് ഹാസ് ഗോട്ട് ഹയസ്റ്റ് പ്രയോറിറ്റി. സോ ഇതിന് കറസ്പോണ്ടിങ് ആയ കോഡാണ് ഔട്ട്പുട്ടിൽ വരിക. സോ D3ക്ക് കറസ്പോണ്ടിങ് കോഡ് 11, സോ അതായിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ഇനി D3 0 ആയി കഴിഞ്ഞിട്ട് D2 1 ആയാൽ പിന്നെ നെക്സ്റ്റ് ഹൈസ്റ്റ് പ്രയോറിറ്റി ഇതിനാണ്. അതിനായാൽ പിന്നെ ലോവർ പ്രയോറിറ്റി ഉള്ള ഒക്കെ ഹൈ ആണോ ലോ ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നേ ഇല്ല. സോ ദാറ്റ് ഈസ് വൈ വെൻ D2 ഈസ് ഹൈ, this D1 and D0 are put as don't cares.
D2ന്റെ കാര്യം ടേക്ക് കെയർ ചെയ്യുന്ന എപ്പോഴാണ്? D3 0 ആയിരിക്കുമ്പോൾ. ഈ D3 0 ആണ്, അപ്പൊ പിന്നെ പ്രയോറിറ്റി അടുത്തതിലേക്ക് പോകും. D3 1 ആണെങ്കിൽ D1 D2 0 ആയാലും 1 ആയാലും അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നേ ഇല്ല. അതാണ് when D3 is 1, the other 3 inputs, the condition of the other 3 inputs are don't cares. And okay, you can forget about this. Take the output as y1 y0. So അപ്പോൾ ഈ D3 D2 D1 അത് മൂന്നും 0 ആയാൽ മാത്രമേ D0 ഹൈ ആയാൽ 00 ഔട്ട്പുട്ടിൽ വരുള്ളൂ. So okay, this V is an enable input. When this is 0, whatever may be the input condition, the output will be inactivated. When it is high, then only the circuit will perform as per the circuit function table. So the diagram for this also, after translating this truth table into the logical expressions, for getting the simplified logical expressions, we'll be using truth tables and K-maps simplification. Then after that, we'll get the expressions for y0 and y1. Then we'll implement y1 and y0 through a logic gate. So ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഔട്ട്പുട്ട്, ഇവിടെ 4 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉണ്ട്. സോ ഔട്ട്പുട്ട് y1ന് കറസ്പോണ്ടിങ് y1 1 ആവുന്നതിന് കറസ്പോണ്ടിങ് ഇൻപുട്ട് കോമ്പിനേഷൻസ് എടുക്കും y1ന്റെ എക്സ്പ്രഷൻ കിട്ടാൻ. ഫോർ നോക്കൂ, y1ന്റെ എക്സ്പ്രഷന് ഏതൊക്കെയാണ്? D3 1 ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും, D3 1 ആയിരിക്കുന്ന കോമ്പിനേഷൻസ് മുഴുവൻ y1 ഔട്ട്പുട്ട് 1 ആയിരിക്കണം. അതാണ് നോക്കൂ, അതാണ് y1ന്റെ D3. ഇവിടെ D3 D2 D1 D0 ആണെങ്കിൽ ഇവിടെ ഇത് തുടങ്ങിയല്ലേ D3 1 ആവുന്ന, D3 1 ആവുന്ന എല്ലാ ഇൻപുട്ട് കോമ്പിനേഷനും y1 1 ആയിരിക്കണം. പിന്നെ അടുത്ത കേസ് വരുന്നത് E1 എന്ന് പറഞ്ഞാൽ എന്താ? D3 0യും D2 1 ഏതൊക്കെ വരും? 4 5 6 7 അല്ലേ? 4 പിന്നെ വരുന്ന ഇവിടെ 0, ഇവിടെ 1 1 0 1 0 1 1 0 0 അതനുസരിച്ചാണ്. സോ 4 5 6 7. സോ അതുകൊണ്ടാണ് ഇവിടെ 4 5 6 7 ആ കോമ്പിനേഷൻസിനും ഔട്ട്പുട്ട് ഹൈ ആണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y1ന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇനി y0ന്റെ എക്സ്പ്രഷൻ കിട്ടാൻ, നമുക്ക് y0ന്റെ എക്സ്പ്രഷൻ കിട്ടാൻ ഒന്ന് ഇതുപോലെ D3 ഹൈ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും, D3 ഹൈ എന്ന് പറഞ്ഞാൽ 8 തുടങ്ങി മേലേക്കുള്ള, അപ്പോൾ 8 9 10 11 12 13 14 15 അതും. പിന്നെ നോക്കൂ, ഇത് രണ്ട് 0 ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ 2 and 3. When D1 is 1, D0 don't care ആണ്. So D0 can take 0 and 1. So 8 തുടങ്ങി y0ന്റെ ഔട്ട്പുട്ടിൽ 8 തുടങ്ങി മേലേക്കുള്ള എല്ലാ 8, all the numbers which is higher than 8 plus 2 and 3, right? 2 and 3. So all the numbers. So these are responsible for producing a 1 for y0. So we are taking that and we'll group that and we'll get this expression. And when we implement these expressions using gates, we'll get a priority encoder. ഇവിടെ priority assign ചെയ്തുകൊണ്ടാണ് ഈ down case വന്നത്. Priority encoder for 2 to എത്ര ഔട്ട്പുട്ട് ഉണ്ട്? 2 ഔട്ട്പുട്ട്സ് 4 ഇൻപുട്ട്സ്. ദെൻ BCD എൻകോഡർ നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്. Then decimal to BCD encoder, അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. It has 10 input lines corresponding to 10 decimal digits and this is the block diagram.
and this is the truth table. So 0 to 9 vareyana decimal inputs, 10 inputs, and BCD output 4-bit BCD. So 0 to 9 vare. ഇനി ഇതുപോലെ ഓരോന്നിനെ എഴുതണമെങ്കിൽ നോക്കൂ ABCD ആണ്. A is high for 8 and 9. ഇനി B is high for ഏതൊക്കെ ഈ കോമ്പിനേഷൻ B high ആവുന്നത് 4 means 4, 5, 6, 7. 7 undo? Yes, 7 also. So B is high for these 4 outputs. So B is high when 4 or 5 or 6 or 7 is high. So B is 4 plus 5 plus 6 plus 7. Similarly, C is high when 2 or 3 or 6 or 7 is high. Therefore, C equal to 2 plus 3 plus 6 plus 7. And D is high for 1 plus 3 plus 5 plus 7 plus 9. Okay, D is high for the corresponding input and 1. 1 plus all odd numbers. D high 1 plus 3 plus 5 plus 7 plus 9. So 1 plus 3 plus 5 plus 7 plus 9. So the logic diagram of a decimal to BCD encoder will be like this. Okay. So input 0 ആയാൽ ഇവിടെ 0 വന്നാൽ എന്ത് വരും? ഇവിടെ 0 വന്നാൽ ഒരു ഔട്ട്പുട്ടും ഹൈ ആവണ്ട. That's why that line is connected nowhere. When a 1 comes, 1 വരുമ്പോൾ നോക്കൂ അത് ഇതിലേക്ക് മാത്രം D മാത്രം ഹൈ ആവും. When 5 comes, 5 വരുമ്പോൾ മീൻസ് ഈ സ്വിച്ച് ക്ലോസ് ആവും. അപ്പോൾ ഇവിടെ ആണ് ഇവിടെ ബിയിലും ഒരു ഹൈ ഇൻപുട്ട് കിട്ടും, ഡിയിലും ഹൈ, ഡിക്ക് കറസ്പോണ്ടിങ് ഗേറ്റിലും ഹൈ ഇൻപുട്ട് കിട്ടും. സോ ദ കോഡ് വിൽ ബി 0 1 0 1. അങ്ങനെ 0 to 9 ഉള്ള ഡെസിമൽ ഇൻപുട്സിന് കറസ്പോണ്ടിങ് BCD ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. So similarly, octal to binary encoder also there. Octal number 0 to 7, 0 to 7, 8 possible, 0 to 7 8 combinations ഉണ്ട്, അല്ലെങ്കിൽ 8 total 8 numbers ഉണ്ട്. അത് represent ചെയ്യണമെങ്കിൽ ഒരു 3-bit binary code ആണ് വേണ്ടത്. So XYZ is the 3-bit binary code, and this is the truth table 0 to 7 and 3-bit. So when D3 is high, the corresponding code will be 1011. When D7 is high, the corresponding code 111 will be coming. So this is the truth table. Truth table is an X high avan, ഏതൊക്കെ input combination ഉണ്ട് അതിൻ്റെയൊക്കെ sum. X high ആവണമെങ്കിൽ 7, 6, 5 and 4. Okay, 7, 6, 5, 4. So X is 4, 5, 6, 7, 7, 6, 5, 4. And Y ക്ക് corresponding Y വരുന്നത് 2, 3, then 2, 3, 6, 7. So Y ക്ക് D2, D3, D6, D7. So ഇതുപോലെ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എഴുതുക, then അത് ഇംപ്ലിമെന്റ് ചെയ്യുക. So this is a octal to binary encoder. Then similarly 10 line to 4 line encoder is there. കാരണം 10 line to 4 line തന്നെ BCD മാത്രമല്ല ബൈനറിയും ആവാം, അതുകൊണ്ട് 10 line to 4 line encoder is there. Then there is a BCD to 7 segment decoder, which is very generally used, and you might have noticed this also. BCD input കൊടുത്താൽ ഇങ്ങനെ നോക്കൂ 000 കൊടുത്താൽ ഇങ്ങനെയുള്ള 7 segment display. These displays are known as 7 segment because there are 7 LED segments here. 1, 2, 3, 4, 5, 6, 7. 7 LED segments ഇതിലുള്ളതുകൊണ്ട് ഇതിനെ 7 segment display എന്നാണ് പറയുന്നത്. ഈ 7 segment display നമ്മുടെ BCD ഇൻപുട്ട് കൊടുത്തിട്ട് ഡെസിമൽ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. സോ അതിന് BCD to 7 segment decoder ഡ്രൈവർ യൂസ് ചെയ്യും. നമുക്ക് BCD ഇൻപുട്ട് 00 കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും ഡിസ്പ്ലേ വരിക. BCD ഇൻപുട്ട് 1 കൊടുത്താൽ ഇങ്ങനെ ഡിസ്പ്ലേ വരും. BCD ഇൻപുട്ട് 2 കൊടുത്താൽ
ഡിസ്പ്ലേ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, 3. This will be the display. When it is BCD input is 4, this will be the display. So electronic decoders are available in IC form. This decoder translates from BCD to decimal. Decimals are shown on a 7-segment LED display. So ഇങ്ങനത്തെ IC നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ 0011 BCD ഇൻപുട്ട് കൊടുത്താൽ ഇവിടെ എന്തായിരിക്കും ഡിസ്പ്ലേ വരിക? 3 അല്ലേ? 3 ഇങ്ങനെ 3 ഡിസ്പ്ലേ വരും. 000 കൊടുത്താൽ BCD ഇൻപുട്ട് ഡിസ്പ്ലേയിൽ വരേണ്ടത് 0 ആണ്. 1001 കൊടുത്താൽ ഡിസ്പ്ലേയിൽ എന്ത് വരണം? 9 വരണം. 0111 കൊടുത്താൽ ഡിസ്പ്ലേയിൽ 7 വരണം. സോ ഇത് ഡിസ്പ്ലേയിൽ 6 വരണം. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് ഈസ് ഇൻസൈഡ് എ 7-segment ഡിസ്പ്ലേ. 7 LEDs 1 2 3 4 5 6 7 7 LEDs ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആ ഡിസ്പ്ലേ ഫോർമാറ്റ്. കാരണം 0 1 2 3 4 5 6 7 8 9 ഇതുവരെ നിങ്ങൾക്കറിയാം BCD. പിന്നെ 10 വന്നാൽ, സപ്പോസ് 10നുള്ള കോമ്പിനേഷൻ ദാറ്റ് ഈസ് 1010 വന്നാൽ 10 ഡിസ്പ്ലേ ചെയ്യുന്ന ഇങ്ങനെയാണ് ഡെസിമൽ ഇൻപുട്ട്. 11 ഇങ്ങനെ, 12 ഇങ്ങനെ, 13 ഇങ്ങനെ, 14 ഇങ്ങനെ, 15 ആണെങ്കിൽ ഓൾ ബ്ലാങ്ക്. ദിസ് ഇസ് ദ ബൈനറി ഔട്ട്പുട്ട് പാറ്റേൺ ഫോർ ഡിസ്പ്ലേ. സോ നമ്മുടെ ലാബിൽ ചെയ്യാൻ കിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കാണാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ decoders and encoders. Then, do you have any questions to ask? Okay, if you are not having any questions, means we'll stop here. Okay, thank you.